ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ മൊറോക്കോയുടെ ഒരു മികച്ച പോരാട്ടം തന്നെ നമ്മൾ കണ്ടു. സൈബായുടെ മനോഹരമായ ചിപ്പ് ഗോൾ, വിനീഷ്യസിന്റെ ബ്രില്യൻസിലൂടെ ഈക്വലൈസർ, സ്റ്റോപ്പേജ് ടൈമിൽ അല്ലീസിന്റെ വക ഡബിൾ സേവുകൾ, അങ്ങനെ ബ്രസീൽ മൊറോക്കോ നല്ലൊരു അടിപൊളി മത്സരം തന്നെയായിരുന്നു. അർവൈൻ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫുട്ബോൾ കോണ്ടന്റ്സും വേൾഡ് കപ്പ് കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നൊപ്പം കൂടിക്കോട്ടോ. ഇഷ്ടപ്പെട്ട കമന്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ. മത്സരം നടന്നത് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ. ബ്രസീൽ ഫേവറേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും മൊറോക്കോ നല്ല ശക്തമായ ടീമുമായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മത്സരം തുടങ്ങി 21-ാം മിനിറ്റിൽ മൊറോക്കോ സ്കോർ ചെയ്തു. ബ്രഹീം ഡിയാസിന്റെ നല്ല മനോഹരമായ പാസ്, ഇസ്മായിൽ സൈബാരി ഓടി വന്ന് അലിസന്റെ മുകളുടെ ഒരു ചീക്കി ചിപ്പ് ഗോൾ. മൊറോക്കോ 1 ബ്രസീൽ 0. പക്ഷേ ആ ലീഡിന് അധിക നേരം ആയുസ് ഉണ്ടായിരുന്നില്ല. 32-ാം മിനിറ്റിൽ വിനീഷ്യസിന്റെ വക നല്ല കിടുക്കാച്ചി ഗോൾ, ഇടതുവശത്ത് നിന്ന് കട്ടിൻ ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഇൻഡിവിജ്വൽ ഗോൾ. സ്കോർ ബ്രസീൽ 1 മൊറോക്കോ 1. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ തീർന്ന് സെക്കൻഡ് ഹാഫിൽ മൊറോക്കോ ഒന്നും കൂടി ആധിപത്യം പുലർത്തി എന്നുള്ളതാണ്. മൊറോക്കോൺ ടീമിൽ എടുത്തു പറയേണ്ടത് 18-കാരനായ അയ്യൂബ് ബോയദി മിഡ്ഫീൽഡിൽ കൺട്രോൾ ചെയ്യായിരുന്നു. 91% പാസ് അക്യുറസി, 5 ഇന്റർസെപ്ഷൻസ്, 9 ഡുവൽസ് വോൺ. ഒരു യഥാർത്ഥ വണ്ടർ ബോയ് തന്നെയാണ്. ഈ ഒരു വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി വലിയ ക്ലബ്ബുകൾ റാഞ്ചുമെന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. കളിയുടെ അവസാനത്തിൽ എൽനൈനയുടെ ഒരു ഷോട്ട്, അലിസന്റെ വക ഡബിൾ സേവ്, ഒരു വണ്ടർഫുൾ സേവ് തന്നെയായിരുന്നു. മത്സരം അങ്ങനെ 1-1 കലാശിച്ചു. ഓവറോൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊറോക്കോ ആയിരുന്നു നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രസീൽ ഈ കളി വെച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അധിക റൗണ്ട് വരെ നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നെയ്മറിന്റെ അഭാവം നമ്മളിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു നെയ്മറിനെ പോലെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ അതിൽ വേണമെന്നായിരുന്നു. അടുത്ത കളികളിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ പൂർണ്ണ ഫിറ്റ് ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ ന്യൂസ് കേട്ടിട്ടുള്ളത്. എന്തായാലും ബ്രസീൽ പ്രതീക്ഷ ഡൊമിനൻസ് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഫെബീഞ്ഞോ വന്നതോട് കൂടിയാണ് മിഡ്ഫീൽഡ് ചെറിയൊരു കൺട്രോൾ കിട്ടാൻ തുടങ്ങിയത് ബ്രസീൽ. അതുവരെ ഉണ്ടായിരുന്ന ബ്രൂണോ ഗൊമേറസ്, കെസമിറോ, പക്വത്ത, ആ ഒരു ട്രിയോ അത്ര ഫലിച്ചില്ല എന്നുള്ളതാണ്. മിഡ് തന്നെയായിരുന്നു ബ്രസീലിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ളതാണ്. വിനീഷ്യസ്, റാഫീഞ്ഞ പോലത്തുള്ള പ്ലേയേഴ്സ് നല്ല പ്രസ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ബട്ട് മൊറോക്കോക്കെതിരെ അത് മാത്രം മതിയായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിനീഷ്യസ് ജൂനിയർ ആണ്. ഇനി ഈ ഒരു ഗ്രൂപ്പിൽ ബ്രസീലിന്റെയും മൊറോക്കോയുടെ ഈ ഗ്രൂപ്പിലുള്ളത് ഹെയ്ത്തിയും സ്കോട്ട്ലാൻഡുമാണ്. ഹെയ്ത്തി സ്കോട്ട്ലാൻഡ് കളിയിൽ ഹെയ്ത്തി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ഗോളിന് അവർ തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. എനിവേ ബ്രസീലിന്റെ അടുത്ത മത്സരത്തിൽ നമുക്ക് കാത്തിരിക്കാം. സോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്.